നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മടങ്ങിപ്പോയി രണ്ടുപേരുടെയും ഗൃഹനിലകൾ വെച്ച് വിശദമായി പരിശോധിച്ച് ഒരു ചാർട്ട് ഞാൻ രുദ്രൻ തിരുമേനിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ അനുഷ്ഠിക്കേണ്ടതെല്ലാം അതിലുണ്ടാവും. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾക്കുള്ള പരിഹാരക്രിയകളാവും അവിടെ നടക്കുക. അത് ഉദ്ദേശിച്ച രീതിയിൽ പൂർത്തിയായാൽ പിന്നെ പ്രതിബന്ധങ്ങളൊന്നുമില്ലാതെ നമുക്ക് വിവാഹത്തിലേക്ക് കടക്കാം. കൊച്ചുമോനെ മഹാദേവൻ കാത്തുകൊള്ളൂ. ഇനി കാപ്പി കഴിക്കാം. ഒന്നും ഇപ്പൊ വേണ്ട. ആദ്യം ശിവഭഗവാനെ തൃപ്തിയാക്കിയ ശേഷം കുട്ടികൾ മടങ്ങി വരട്ടെ. അത് കഴിഞ്ഞു മതി എനിക്ക് ദക്ഷിണ പോലും. ആ കുട്ടി ഒന്ന് പുറത്തേക്ക് വരും. ചെല്ലമ്മു, അമ്മു അതിന് പരിഹാരം കണ്ടു. എല്ലാം ശാസ്ത്രികൾ അറിയുന്നുണ്ട്. കുട്ടിക്കറിയാമല്ലോ, സഞ്ജുവിന്റെ ജീവൻ കാത്തുരക്ഷിക്കുന്നതും മുറപ്പെണ്ണുമായുള്ള അവന്റെ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നതും കുട്ടിയുടെ കഴുത്തിൽ അവൻ കെട്ടിയ താലിയാണെന്ന്. എനിക്കറിയാം. ഒരു പരിഹാരമില്ലാതെ എല്ലാം ഇരുട്ടുമൂടിയ അവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോഴാ കുട്ടിയിൽ നിന്ന് പുനർജന്മത്തിന്റെ ആ സത്യം പുറത്തു വന്നത്. മുത്തശ്ശിയിൽ നിന്ന് പറഞ്ഞു കേട്ട കഥ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കുട്ടിയുടെ മുത്തശ്ശിയെ ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് പെരുവണ്ണാപുരത്തെ ക്ഷേത്രത്തിൽ വെച്ചാ ഞാൻ കുട്ടിയെയും മുത്തശ്ശിയെയും ആദ്യമായി കാണുന്നത്. അതും ഒരു ദൈവനിമിത്തമാണെന്ന് അന്നേ ഞാൻ തിരിച്ചറിഞ്ഞതാ. ഇതെന്റെ പേരക്കുട്ടിയാ, ലക്ഷ്മി എന്നാ പേര്. ഇവളുടെ കല്യാണം ആദ്യത്തെ കല്യാണക്കുറി ശാസ്ത്രികൾക്ക് തന്നെ തരിക. ഇതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ കുടുംബം രക്ഷിക്കാൻ ദേവീനിയോഗത്തിൽ വന്നതാണ് കുട്ടി. പക്ഷേ വിധി മറ്റൊന്നാണ് കരുതി വെച്ചത്. പാടില്ലെന്ന് പറഞ്ഞാലും സഞ്ജു മുറപ്പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടും. എന്റെ സന്തോഷവും അതാണ് ശാസ്ത്രികളെ. അവരൊന്നിച്ച് ജീവിക്കണം. അതിന് പ്രാണത്യാഗം ചെയ്യാൻ പോലും ഞാൻ തയ്യാറാണ്. ശിവപ്രീതിവൃത്തി കുട്ടി നിയോഗം പൂർത്തിയാക്കി ഒഴിഞ്ഞു കൊടുക്കുക. പ്രധാനമായും പ്രായശ്ചിത്തം എന്ന നിലയ്ക്ക് ചില കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. അതിൽ നിന്ന് സഞ്ജു ഒഴിഞ്ഞു മാറിയെന്നും വരാം. പക്ഷേ കുട്ടി അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ആ കർമ്മം നടന്നേ തീരൂ. ഞാനത് ചെയ്യിപ്പിക്കാൻ ശാസ്ത്രികളെ. അവരുടെ വിവാഹത്തിന് മുമ്പായി കുട്ടി എന്നെ ഒന്ന് കാണാൻ തരണം. ഞാൻ വരാം. മനസ്സിൽ നന്മയുള്ള കാലത്തോളം ദേവി കുട്ടിയെ കാത്തുള്ളൂ. ശംഭോ മഹാദേവ. അറിയാതെ ഞാൻ സഞ്ജുവിനെ സ്നേഹിക്കാൻ തുടങ്ങി. ഇഷ്ടം ഒരാളോട് പറയാതെ അയാളുടെ പെരുമാറ്റവും സാമീപ്യവും ആസ്വദിക്കുന്നത് വല്ലാത്തൊരനുഭൂതിയാ. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്കുള്ള ഒന്നിച്ചുള്ള യാത്രയിലാണെന്ന് തോന്നുന്നു സ്വാതി സഞ്ജു അടുത്ത് തുടങ്ങിയത്.
ഒരേ സിറ്റിയിൽ നിന്ന് വരുന്നവര്. ഫ്രണ്ട്സിൽ നിന്നും അതറിഞ്ഞ് ഞാൻ എന്റെ ഇഷ്ടം സഞ്ജുവിനോട് പറഞ്ഞു. നീ എന്നെ അങ്ങനെയാണോ കണ്ടതെന്ന് ഒറ്റ ചോദ്യത്തിൽ സഞ്ജു എന്നെ അവോയ്ഡ് ചെയ്ത് കളഞ്ഞു. ഞാൻ സഞ്ജുവിനോട് ഇഷ്ടം പറഞ്ഞത് ക്യാമ്പസ് മുഴുവൻ അറിഞ്ഞു. സഞ്ജു മെല്ലെ മെല്ലെ അകലം പാലിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് വാശിയായി. ശരിക്കും പറഞ്ഞ അത് വാശിയൊന്നുമല്ല, സഞ്ജുവിനോടുള്ള അടക്കി നിർത്താൻ കഴിയാത്ത സ്നേഹം തന്നെയായിരുന്നു. ആ സ്നേഹത്തിലാ ഞാൻ ഇന്നും ജീവിക്കുന്നത്. മതിൽ കെട്ടി നിർത്താൻ കഴിയുന്നതല്ല പ്രണയം. അത് തടയാൻ ശ്രമിക്കുന്നവര് സ്വാർത്ഥരാ. അവരുടെ സ്വാർത്ഥത പ്രണയം കൊതിക്കുന്ന മനസ്സിനെ ചവിട്ടി അരച്ചു കളയുകയാണ് ചെയ്യുന്നത്. എത്ര വലിയവന് തോറ്റിട്ടുള്ളത് സ്നേഹത്തിന്റെ മുന്നിലാ മോളെ. മമ്മി നിനക്ക് ഉറപ്പ് തന്നൂന്ന് നമ്പീശൻ പറഞ്ഞു. ആ ഉറപ്പ് പാലിക്കപ്പെടുന്നതാ. നിന്റെ മമ്മി വെറും വാക്ക് പറയാറില്ല. ഇപ്പോ സാഹചര്യങ്ങളെല്ലാം മോക്ക് അനുകൂലമാണ്. മംഗലശ്ശേരിയിലെ മരുമകൾ നീ തന്നെ ആയിരിക്കും. മല്ലികാന്റി വന്ന് കയറിയതല്ലേ ഉള്ളൂ, ചെന്ന് ഫ്രഷ് ആവും. ശരി മോളെ. മാഡം എല്ലാം കേട്ടതല്ലേ? മനസ്സിലായി. മല്ലിക കൂടുതൽ വിശദീകരിക്കണമെന്നില്ല. എന്റെ മോൾക്ക് എവിടെയാ വഴി പിഴച്ചു പോയതെന്ന ചിന്തയായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇപ്പൊ എനിക്കത് മാറിക്കിട്ടി. വെറുതെയൊന്നുമല്ല അവൾ അവന് വേണ്ടി മരിക്കാൻ തയ്യാറായത്. കൂട്ടിക്കൊണ്ടുപോയി പ്രണയത്തിൽ കുരുക്കിയിട്ട് അവൻ മറ്റൊരുത്തിയുടെ പിന്നാലെ പോയി. അതിൽ ആശ്ചര്യപ്പെടാനില്ല. ഇനിയൊരു ഗൗരീനന്ദനം ഉണ്ടാകാൻ പാടില്ല. നീ ചെല്ലേ. തിരുമേനി, ഞങ്ങള് ശങ്കരശാസ്ത്രികൾ പറഞ്ഞ പ്രകാരം വന്നതാ. ഓ, അത് നിങ്ങളാണല്ലേ? ഞാൻ അന്വേഷിച്ചിരുന്നു. ശാസ്ത്രികൾ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ഇവിടെ വന്ന് തിരുമേനിയോട് പറഞ്ഞാൽ മാത്രം മതിയെന്നാ ശാസ്ത്രികൾ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്ത് പൂജയാണെന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യാം. അതെല്ലാം യഥാവിധി ദേവന്റെ മുന്നിൽ ഞാൻ ചെയ്തോളാം. നിങ്ങൾ ക്ഷേത്രം വക സ്റ്റാളിൽ നിന്ന് തുളസിയും കൂവളവും ചേർത്ത് കെട്ടിയ 2 മാലകൾ കൊണ്ടുവരണം. വാങ്ങിക്കൊണ്ട് വരാൻ തിരുമേനി. മാലകളുമായി 2 പേരും അർത്ഥപ്രദക്ഷിണം വെച്ച് നടയ്ക്ക് മുന്നിൽ വന്നു നിന്ന് പരസ്പരം മാലകൾ കഴുത്തിൽ ചാർത്തും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.